നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഖദ് ജാഅക്കും റമളാനു ഷഹ്റുൻ മുബാറകുൻ, ഇതാ റമളാൻ വന്നിരിക്കുന്നു, ഇത് അനുഗ്രഹീതമായ ഒരു മാസമാകുന്നു എന്നാണ്. അവിടെ ഷഹ്റുൻ മുബാറക്, ബറക്കത്തുള്ള മാസം എന്ന് പറഞ്ഞത് ആ ബറക്കത്ത് ഇന്ന കാര്യങ്ങളിലാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തെല്ലാം ബറക്കാത്തുകളുണ്ടോ, ആകാശങ്ങളുടെ ഭൂമിയുടെ ബറക്കത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. പട്ടണ നിവാസികളായ ആളുകൾ ഈമാനും തഖ്വയുമുള്ളവരാണെങ്കിൽ ആകാശഭൂമികളുടെ കവാടങ്ങൾ, ബറക്കത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ്. അപ്പോൾ അവിടെ രണ്ട് കണ്ടീഷനാണ് ബറക്കത്തിൻ്റെ വാതിൽ തുറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ആമനു, രണ്ടാമത്തത് വത്തഖൗ, ഈമാനും തഖ്വയും. ഇത് രണ്ടും റമളാനിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈമാനൻ വഹ്തിസാബൻ, അവിടെ ഈമാൻ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തത് കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. അപ്പോൾ ഈമാനിലും തഖ്വയിലുമൊക്കെ ഒരു തജ്ദീദ് സംഭവിക്കുന്ന മാസമാണ് റമളാൻ. അങ്ങനെ ആയാൽ എന്താണ് ഉണ്ടാവുക? ബറക്കത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾ റമളാനിൽ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാ വിഷയത്തിലും ഒരു പ്രത്യേക ബറക്കത്ത് ഈ ഭൂമിയിൽ നിന്നും ഉപരിലോകത്ത് നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉപരിലോകത്ത് നിന്നുള്ള ബറക്കത്ത് എന്നതുകൊണ്ട് പല മഅനകളുണ്ട്. അതിലൊന്ന് റിസ്ഖിൽ വിശാലത അള്ളാഹു വിധിക്കലാണ്. രണ്ടാമത്തത് ഈമാനും ഇഖ്ലാസിനുമുള്ള തൗഫീഖും സൽക്കർമ്മങ്ങൾക്കുള്ള പ്രേരണയും അള്ളാഹുവിൽ നിന്ന് വമ്പിച്ച രൂപത്തിൽ ലഭിക്കലാണ്. ദുനിയാവിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലും അതേപോലെയുള്ള കാര്യങ്ങളിലുമെല്ലാമുള്ള ബറക്കത്താകുന്നു. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത.